Morning. Good morning, Miss. Morning. Good morning, Miss. Morning. Okay. കർക്കിടകം തുടങ്ങിയല്ലേ? എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ? ഇല്ല. യെസ്. ഇല്ല, ആരും പോയില്ല. പോയി. Morning. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് നിർത്തിയത് എത്ര വരെയായിരുന്നു? ഏത് കോഡ് വരെയായിരുന്നു? സിൽവർ അല്ലെ? കോഡ് സിൽവർ വരെയായിരുന്നു നമ്മൾ എടുത്ത് നിർത്തിയത്. ഓക്കെ, കോഡ് സിൽവർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരുന്നു കോഡ് സിൽവർ? ഓക്കെ, ഓക്കെ, ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി നെക്സ്റ്റ് കോഡാണ് കോഡ് പർപ്പിൾ ആണ് കേട്ടോ. അവിടെ വയലറ്റ് അല്ല, കോഡ് പർപ്പിൾ ആണ്. പർപ്പിൾ എന്നാക്കാം കേട്ടോ. ഹോസ്റ്റേജ് ടേക്കിംഗ്. കോഡ് പർപ്പിൾ ഹോസ്റ്റേജ് ടേക്കിംഗ്. Code purple is called in the event that a person is forcibly confined or held against his or her will with the threat of weapon or violence. എന്താണ് അവിടെ പറയുന്നത്? ഒരു വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെ അയാളുടെ അല്ലെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് വിധേയമായിട്ട് ആയുധം ഉപയോഗിച്ച് ആക്രമണം നടത്തിയോ ഭീഷണിപ്പെടുത്തി തടവിലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തില് നമ്മൾ എന്ത് കോഡാണ് നമ്മൾ കോൾ ചെയ്യുന്നത്? കോഡ് പർപ്പിൾ ആണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ അവനോ അവളോ ആയിക്കോട്ടെ അവരുടെ സമ്മതമില്ലാതെ അവരുടെ ഇഷ്ടപ്രകാരമല്ലാതെ എന്താണ് അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ തടവിലാക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? ഏത് കോഡാണ് നമ്മൾ കോൾ ചെയ്യുന്നത്? കോഡ് പർപ്പിൾ ആണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ആ സെന്റൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ചിത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. If you witness this situation, please provide the following informations. Okay, നമ്മൾ ആ സിറ്റുവേഷനിൽ വിറ്റ്നസ് ആവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്? എന്തൊക്കെ ഇൻഫർമേഷൻസ് അവിടെ കൊടുക്കണം? എന്തൊക്കെയാണ്? ലൊക്കേഷൻ ഏതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ visible signs or mention of weapons. എന്താണ്? എന്തായുധമാണെന്ന് എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ പറഞ്ഞു കൊടുക്കാം. എന്താ ആയുധമാണ് അയാള് കയ്യിൽ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൈകളിൽ എന്തിയിരിക്കുന്നത്? അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാവുന്ന രീതിയിലുള്ള സയൻസുകൾ അടയാളങ്ങള് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്താണ്? നമ്പർ ആൻഡ് ഫിസിക്കൽ ഡയറക്ഷൻ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് എ ഹോസ്റ്റേജ്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ അവിടെ ഇപ്പോ എന്താണ് പറയാ ബന്ദിയാക്കിയിരിക്കുന്നവരുടെ ചിലപ്പോ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു കോളൊക്കെ ചെയ്ത് നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ നമുക്ക് നമ്പേഴ്സ് ഒക്കെ കിട്ടുകയാണെങ്കിലോ അതുപോലെ തന്നെ ഫിസിക്കലി ഡിസ്ക്രിപ്ഷൻസ് ഭൗതികമായിട്ടുള്ള വിവരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അയാളുടെ നമ്പർ കിട്ടുകയാണെങ്കിൽ നമ്പറും അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസും പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്താ? നമ്പർ ആൻഡ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ഹോസ്റ്റേജ് ടേക്കർ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ എത്ര ഭീകരരുണ്ട്, എത്ര ആളുകളുണ്ട്, ചിലപ്പോ ഒരാളായിരിക്കാം, ചിലപ്പോ രണ്ടാളുകള്
ആയിരിക്കാം നമ്മളെ തട്ടിക്കൊണ്ടുപോയത് അല്ലെ, അല്ലെങ്കിൽ അത് എന്താണ് ഇത്തരത്തിലുള്ള ആയുധം കാണിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്, തടവിലാക്കിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാരുണ്ടോ, ഒരാളാണോ, അല്ലെങ്കിൽ 3 ആളുകളുണ്ടോ എന്നുള്ളത്, എത്ര നമ്പേഴ്സ് ആണ്, എത്ര പേരുണ്ട്, അവരുടെ ഭൗതികമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ട് എല്ലാവരുടെയും പറഞ്ഞു കൊടുക്കണം. 3 ആൾക്കാരുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് അവരുടെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ്, whether the hostage taker are contained with a specific room or whether they are mobile. ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക റൂമിലാണോ അല്ലെങ്കിൽ ബന്ദിയാക്കി വെച്ചിരിക്കുന്നത്. ചിലപ്പോ എന്തെങ്കിലും കെട്ടിടത്തിന്റെ അവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലേ, കെട്ടിടത്തില് ഒരു പ്രത്യേക ആരും കാണാത്ത കെട്ടിടത്തില്, അല്ലെങ്കിൽ ചിലപ്പോ പല വീടുകളില്, അതൊക്കെ ആയിരിക്കാം നമ്മൾ ബന്ദിയാക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലുകളിലാകുമ്പോ എന്താണ് പ്രത്യേക ചിലപ്പോ റൂമുകളിലോ, അല്ലെങ്കിൽ ഇപ്പോ അത്തരത്തിലുള്ള ഒരു ചിലപ്പോ ആരും കാണാത്ത ഇടങ്ങളിലൊക്കെ ആയിരിക്കാം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയാണോ നമ്മൾ കണ്ടിരിക്കുന്നത്, ഏത് റൂമിൽ വെച്ചാണോ ഇങ്ങനെ ബന്ദിയാക്കിയിരിക്കുന്നത് കണ്ടിരിക്കുന്നത്, ആ റൂമിന്റെ പ്രത്യേകതകൾ, ആ റൂമിന്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിട്ടുള്ള ഫോണുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോണിന്റെ കാര്യങ്ങള്, ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ, അവര് ഫോൺ ചിലപ്പോൾ യൂസ് ചെയ്യില്ല, കാരണം അവരെ പിടിക്കാം എന്നുള്ള രീതിയിലേക്ക് അവർക്ക് അറിയാൻ പറ്റും അല്ലെ. അവര് ചിലപ്പോൾ ഞാൻ പോലീസിലൊക്കെ ഇൻഫോം ചെയ്യുമ്പോ അത്തരത്തില് ഫോണിന്റെ നമ്പേഴ്സ് ഒക്കെ അവര് ട്രാക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തില് അവർ ചിലപ്പോ ഫോൺ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് അവരുടെ കാര്യങ്ങളാണ്. അപ്പൊ ഹോസ്റ്റേജ് ടേക്കർ ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് ഒരു പ്രത്യേക റൂമിന്റെ കാര്യങ്ങൾ എവിടെയാണ് എന്നുള്ളത്, നമ്മൾ കണ്ടിരിക്കുന്നത് എവിടെയാണ്, ഏത് റൂമിലാണെന്നുള്ളത്, അതുപോലെ തന്നെ ഏത് ഗ്രൗണ്ട് ഫ്ലോറിലാണോ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് തയ്യാറാക്കണം. പിന്നെ എന്താണ് ഹോസ്റ്റേജ് സിറ്റുവേഷൻ, സ്റ്റെപ്പുകളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, dial 911 immediately and give operator all necessary information. എന്ത് ചെയ്യണം? 911ലേക്ക് അല്ലെ, ആ നമ്പറിലേക്ക് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഡയൽ ചെയ്യാം. ഓക്കെ, 911 എന്ന നമ്പറിലേക്ക് നമ്മൾ ഉടനടി ഡയൽ ചെയ്യണം. ഓപ്പറേറ്ററോട് നമ്മൾ എന്ത് ചെയ്യാം, ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കാം അല്ലെ. ഇനി രണ്ടാമത് പറഞ്ഞത് നോക്കിയേ, ഡു നോട്ട് attempt any action, ensure safety of patients and visitors in the immediate area. ഇനി എന്താ ഇവിടെ പറയുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡു നോട്ട് attempt any action, ensure safety of patients and visitors in the immediate area. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരെ ആക്രമിക്കാനായിട്ട് പോകരുത്. ഓക്കെ, നമ്മളിപ്പോ ബന്ദിയാക്കിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് അങ്ങനെ ചെയ്യാൻ പാടോ? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോയിട്ട് ആക്രമിക്കാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലാണ്, പല ഡിപ്പാർട്ട്മെന്റുകളുടെ തൊട്ടടുത്തുള്ള ഏരിയാസ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, പല രോഗികളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തില് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആക്രമിക്കാൻ പോകരുത്. അവരെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തൊട്ടടുത്തുള്ള ഏരിയാസില് പേഷ്യൻസ് ഉണ്ടാവും. ആ പേഷ്യൻസിന്റെയും അതുപോലെ തന്നെ വിസിറ്റേഴ്സിന്റെയും സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി ആക്രമിക്കാൻ നമ്മൾ പോകരുത്. ചിലപ്പോ മറ്റുള്ള പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനൊക്കെ ബന്ദിയാക്കാം, ആക്രമിക്കപ്പെടാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയി ചിലപ്പോ അദ്ദേഹം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോസ്റ്റേജ് ടേക്കർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മറ്റുള്ള രോഗികൾക്കായാലും വിസിറ്റേഴ്സിനായാലും അതൊരു എന്താണ് ഒരു സുരക്ഷിതത്വം ഇല്ലായ്മയിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാല് dial 3333 and advise such squad that 911 was called for a call purpose. ഇനി എന്താ പറയുന്നത് അവിടെ, നമ്മള് ഈ ഡയൽ എന്ത് ചെയ്യണം, 333യിലേക്ക് ഡയൽ ചെയ്യാം. അതുപോലെ തന്നെ ആ 911ലേക്ക് കോൾ ചെയ്ത് കോഡ് പർപ്പിള് പറയാനായിട്ട് ഓപ്പറേറ്ററിനോട് പറയാം. ഓക്കെ, സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ അവിടെ ഉണ്ടാവും.
അപ്പൊ അവരോട് എന്ത് പറയണം? 333ലേക്ക് നമ്മൾ കോൾ ചെയ്ത് 911ലേക്ക് എന്താ കോഡ് പർപ്പിൾ വിളിച്ചിട്ട് കോഡ് പർപ്പിൾ പറയാനായിട്ട് ഓപ്പറേറ്ററിനോട് നമ്മൾ പറയേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റെപ്പ് 4, വെയിറ്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് പോലീസ് ടു അറൈവ്. എന്ത് ചെയ്യണം? സെക്യൂരിറ്റിയോ അതുപോലെ തന്നെ പോലീസോ അവര് എത്തിച്ചേരാന്നുള്ളത് വരെ നമ്മൾ എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോ ഹോസ്റ്റേജ് ടേക്കറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനായിട്ട് പറയുകയോ അങ്ങനെ ചെയ്യരുത്. സെക്യൂരിറ്റി വരുന്നത് വരെ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് പോലീസ് എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ഇനി സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാലോ, ഡു നോട്ട് ഇനീഷ്യേറ്റ് കോൺവെർസേഷൻ വിത്ത് ദ ഹോസ്റ്റേജ് ടേക്കർ ബട്ട് ടു ആൻസർ ഇഫ് സ്പോക്കൺ ടു. ഇനി എന്താണ് അവിടെ പറയുന്നത്? ഹോസ്റ്റേജ് ടേക്കറുമായിട്ട് ഒരു കോൺവെർസേഷൻ പാടില്ല, ഒന്നും പറയാനായിട്ട് പാടില്ല. ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ സംസാരിക്കാനോ നമ്മൾ അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും പറയാനായിട്ട് ഇപ്പൊ അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ അതിന് ആൻസർ കൊടുക്കുക മാത്രം ചെയ്താൽ മതി. നമ്മൾ എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. അതെല്ലാവർക്കും വിസിറ്റേഴ്സിനായാലും പേഷ്യൻസിനായാലും അതൊരു അൺസേഫ്റ്റി അല്ലെ, ഒരു സേഫ്റ്റി ഇല്ലായ്മയ്ക്ക് ചിലപ്പോൾ അവരെയും കൂടി ബന്ദിയാക്കാം, ആക്രമിക്കാം, പലർക്കും പരിക്കുകളേക്കാം. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിലോട്ട് പോവാതെ ഹോസ്റ്റേജ് ടേക്കറുമായിട്ട് ഒരു കോൺവെർസേഷൻ ചെയ്യാനായിട്ട് പാടില്ല. അവരെന്തെങ്കിലും നമ്മളോട് സംസാരിക്കുകയോ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം മാത്രം, അവരെന്താണോ നമ്മളോട് പറഞ്ഞത് അതിന് ആൻസർ മാത്രം പറയാൻ ശ്രമിച്ചാൽ മതി. ഇനി സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഡൗൺ ഓർ റിമെമ്പർ ഇഫ് എനി ഡിമാൻഡ് ഓർ ആക്ഷൻസ്. ഇനി അവർക്ക് എന്തെങ്കിലും ഡിമാൻഡ്സുകൾ ഇപ്പൊ പറയാറുണ്ട്. ഈ റാംജിറാവോ സ്പീക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? മാങ്ങാർമാത്തൈ അതിലൊക്കെ എന്താ ഈ തട്ടിക്കൊണ്ടു പോവാ, കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ അവര് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ വേണം, എന്നാലേ കുട്ടിയെ ഞങ്ങള് വിട്ടു തരുള്ളൂ അല്ലെ. ഡിമാൻഡ് ആണ് അല്ലെ, അവർക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇല്ലേ? ഓർമ്മയുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ക്ലാസ് ഒക്കെ കഴിയുന്ന ജസ്റ്റ് ഒന്ന് കയറി കാണാണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് അല്ലെ, എന്താ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ ശരണ്യക്ക്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഡിമാൻഡ്സ് ഇപ്പൊ ഹോസ്റ്റേജ് ടേക്കർക്ക് ഡിമാൻഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ ചെയ്ത് വെക്കാം, റൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. എന്താണ് അവര് പറഞ്ഞ ഡിമാൻഡ് എന്നുള്ളത് റൈറ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ അവിടെ പറയുന്നത്, 1 to 6th സ്റ്റെപ്പ് വരെ. ഓക്കെ. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. ഇത്രയും കാര്യങ്ങളാണ് എന്തിലും പറയുന്നത്, കോഡ് പർപ്പിളില് പറയുന്നത് കേട്ടോ. ഹോസ്റ്റേജ് ടേക്കിംഗ് അവിടെ കോഡ് വയലറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരണ്യയോടാണ് പറഞ്ഞത്. ഇപ്പൊ കയറിയവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അവിടെ ചിലപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കോഡ് വയലറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോഡ് പർപ്പിൾ എന്നാക്കുക. അത് ഹോസ്റ്റേജ് ടേക്കിംഗ് കോഡ് പർപ്പിൾ ആണ്. വെട്ടി കളഞ്ഞിട്ട് പർപ്പിൾ എന്നാക്കുക. വായിച്ചു നോക്കാം കേട്ടോ. സ്റ്റെപ്പ് 6 വരെ പറയണം. ഓക്കെ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഹോസ്റ്റേജ് ടേക്കിംഗ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെ ബന്ദിയാക്കിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് സ്റ്റെപ്പ് 1 മുതൽ 6 വരെ പറയുന്നത്.
അതായത് നമ്മൾ ആദ്യം 911 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യണം. ഓപ്പറേറ്ററോട് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാം. അവിടെ ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും, അയാളോട് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാം. സ്റ്റെപ്പ് 2 പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആക്രമിക്കാനായിട്ട്, ഹോസ്റ്റേജ് ടേക്കറെ ആക്രമിക്കാനായിട്ട് നമ്മളിപ്പോ കണ്ടു കഴിയുമ്പോൾ ഒരു കുട്ടിയെ എന്താണ് ഇപ്പോ തട്ടിക്കൊണ്ടുപോയി നമ്മള് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ ചോദിക്കാൻ പോകും അല്ലെ, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്രമിക്കാനായിട്ടൊക്കെ പോകും. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആക്രമിക്കാനായിട്ട് പോകരുത്. കാരണം എന്താ പറയുന്നത്, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ, മറ്റു തൊട്ടടുത്തുള്ള ഏരിയാസിലൊക്കെ വിസിറ്റേഴ്സ് ഉണ്ടാവാം, മറ്റു പല പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അവർക്ക് എന്താണ്, അവർക്കൊരു സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ആക്രമിക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്ന് മറ്റുള്ളവരേക്ക് ആക്രമിക്കാനോ അത്തരത്തിലുള്ള രീതിയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആക്രമിക്കാനായിട്ട് പാടില്ല. സ്റ്റെപ്പ് 3 പറയുന്നത് നമ്മള് 3333യിലേക്ക് കോൾ ചെയ്യാം. അവിടെ ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും. ഓപ്പറേറ്ററിനോട് 911ലേക്ക് വിളിച്ച് എന്താണ് ഈ എന്താ പറയാ കോഡ് പർപ്പിള് കോൾ ചെയ്യാനായിട്ട് പറയാം. അതുപോലെ തന്നെ 4 പറയുന്നത് എന്ത് ചെയ്യണം, ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ പോലീസോ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, അപ്പോ പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഹോസ്റ്റേജ് ടേക്കറെ പിടിക്കാനായിട്ട് സാധിക്കും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ചിലപ്പോ ഒരു എന്താ പറയാ എല്ലാവർക്കും ചിലപ്പോ എന്താ പറയാ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആയിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് സെക്യൂരിറ്റിയോ പോലീസോ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇനി 5ാമത്തെ പോയിന്റ് പറയുന്നത് ഹോസ്റ്റേജ് ടേക്കർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കോൺവെർസേഷൻ, ആശയവിനിമയങ്ങളൊന്നും നമ്മൾ നടത്തരുത്. കാരണം എന്താ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മറ്റുള്ളവരെയും അതിലേക്ക് അല്ലെ, ചിലപ്പോ തോക്കുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ്, അല്ലെങ്കിൽ കത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അത്തരത്തിലുള്ള ഇരകളാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇപ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ അപകടവശാല് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോൺവെർസേഷൻ അങ്ങനെ ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. ഇനി 6th വൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ചിലർക്ക് ഡിമാൻഡ് ഉണ്ടാവും, ഇത്ര രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടിയെ വിട്ടയക്കാം എന്ന് പറയും അല്ലെ. ചിലപ്പോൾ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ പറയാം നമ്മളോട്. അത്തരത്തിലുള്ള ഡിമാൻഡ്സുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പോലീസുകാർ അവരൊക്കെ വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഡിമാൻഡുകൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യാം, എഴുതി വെക്കാം എന്താണ് അവർ പറഞ്ഞ ഡിമാൻഡ് എന്നുള്ളത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് 1 to 6 വരെയുള്ള സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, മാച്ച് കഴിഞ്ഞോ? എല്ലാവരും കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആയോ? ശരണ്യ ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് കോഡ് യെല്ലോ. കോഡ് യെല്ലോ എന്ന് പറഞ്ഞാൽ എന്താ, മിസ്സിംഗ് പേഷ്യൻസ്. ഓക്കെ, പേഷ്യൻസ് മിസ് ആവാ അല്ലെ. ഓക്കെ, when you discover that a patient is missing. ഓക്കെ, പേഷ്യന്റ് മിസ്സിംഗ് ആണെങ്കിൽ അതുകൊണ്ട് നമ്മൾ മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് താഴെ അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. The staff is in immediate area
will carry out a search of the department. The patient മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ നോക്കൂ അല്ലെ, എവിടെയാണ്, ഇവിടെ നിന്നാണ് മിസ്സിംഗ് ആയിട്ട്, അവിടുത്തെ സ്റ്റാഫുകൾ എന്ത് ചെയ്യും, അവിടുത്തെ ഏരിയാസിലൊക്കെ ഇങ്ങനെ നോക്കാനായിട്ട് തുടങ്ങും അല്ലെ, അവർ സെർച്ച് ചെയ്യും അല്ലെ. ഓക്കെ, ഇഫ് നോട്ട് ഫൗണ്ട്, ഇനി അത് കണ്ടെത്തിയില്ല, അവിടെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ കോഡ് യെല്ലോ, എന്ത് ചെയ്യും, കോഡ് യെല്ലോ കോൾ ചെയ്യും ആൻഡ് പ്രൊവൈഡ് ദി ഇൻഫർമേഷൻ. അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ്, താഴെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഏതൊക്കെയാണ്, പേഷ്യന്റിന്റെ നെയിം, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, എവിടെയാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്. ഇനി എന്താണ്, പേഷ്യന്റ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡിങ് ക്ലോത്തിങ്, പേഷ്യന്റ് ഇട്ടിരിക്കുന്ന ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അവര് പറഞ്ഞു കൊടുക്കും. ടൈം ആൻഡ് ലൊക്കേഷൻ, ലാസ്റ്റ് സിറ്റി, എവിടെ നിന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം ലാസ്റ്റ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ കണ്ടത് എവിടെ നിന്നാണ്, അതിന്റെ ലൊക്കേഷൻ, അതുപോലെ തന്നെ ടൈം, ഇത്തരത്തിലുള്ള കാര്യങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോഡ് യെല്ലോ, നമ്മൾ അവിടെ തൊട്ടടുത്ത ഏരിയാസിലൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോഡ് യെല്ലോ കോഡ് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്, പേഷ്യന്റിന്റെ നെയിം, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഏത് യൂണിറ്റ് ആണ്, അതുപോലെ തന്നെ ടൈം ആൻഡ് ലൊക്കേഷൻ ഓഫ് ലാസ്റ്റ് സീൻ. ഇനി എന്താണ്, സ്റ്റാഫ് ഇൻ അതർ ഏരിയ വിൽ റിട്ടേൺ ടു their designated area and assist with the search. ഇപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്, ആദ്യം ആ സ്റ്റാഫ് അല്ലെങ്കിൽ എന്താണ് ആ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് എവിടെയാണോ കിടന്നിരുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ സെർച്ച് ചെയ്യും അല്ലെ. ഇനി കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, തൊട്ടടുത്ത ഏരിയാസിലെ സ്റ്റാഫുകളോട് പോയി പറയും അല്ലെ. അവരും എന്ത് ചെയ്യും, നോക്കാനായിട്ടോ അന്വേഷിക്കാനായിട്ടോ നമ്മളെ സഹായിക്കുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇല്ലേ, ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലിപ്പോ എന്തെങ്കിലും സാധനം നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ സാധനങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അമ്മമാരോട് ചോദിക്കാറുണ്ട്, അമ്മേ അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് അല്ലെ, എന്റെ ഈ ഒരു സാധനം കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ കമ്മൽ എവിടെയാണ്, എന്റെ ചീപ്പ് എവിടെയാണ്, ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ചില ടൈമില്. ഇപ്പൊ നമ്മൾ ധൃതി പിടിച്ചൊക്കെ സ്കൂളിലോ കോളേജിലൊക്കെ പോകുമ്പോ ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ വീട്ടില് അമ്മ ഉണ്ടെങ്കിൽ അമ്മ അതെവിടെയാണ് വെച്ചിരിക്കുന്നത്, കാണുന്നില്ലല്ലോ, ഇല്ലേ, നമ്മളുടെ അമ്മമാരോടാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് അല്ലെ. ഓക്കെ, അപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാല് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോ ശരിക്കും നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അല്ലെ ഇതിനകത്ത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിക്കാറുണ്ട് ഓരോ കാര്യങ്ങളായാലും അല്ലെ. അപ്പൊ ഇവിടെയാണ് നമുക്കറിയാം, അമ്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്നുള്ളത് അല്ലെ. ഓക്കെ, ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ടടുത്ത ഏരിയാസിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവരോടും കൂടി പറഞ്ഞ് അപ്പൊ അവരും അന്വേഷിക്കാനായിട്ട് തുടങ്ങും അല്ലെ. ഇഫ് ദ പേഴ്സൺ ഇസ് ലൊക്കേറ്റഡ് ask them to remain in that department. ഓക്കെ, അപ്പൊ എന്താണ്, ആദ്യം നമ്മൾ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകള് കൂടി അന്വേഷിക്കുന്നു, പിന്നീട് തൊട്ടടുത്ത ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പറയുന്നു ആ സ്റ്റാഫുകളും കൂടി അന്വേഷിക്കാനായിട്ട് നമ്മളുടെ കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കോഡ് യെല്ലോവുമായിട്ട് ബന്ധപ്പെട്ടത്. മിസ്സിംഗ് പേഷ്യൻസ്. ഓക്കെ, കാണിച്ചു നോക്കിയേ.
കഴിഞ്ഞോ? എളുപ്പമല്ലേ? ഓക്കെ, കോഡ് യെല്ലോ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ആണ് കോഡ് ആംബർ, മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ? എന്താ പിക്ചറിൽ കാണുന്നേ? എന്തെങ്കിലും കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കോഡ് ആംബർ എന്ന് പറയുമ്പോ എന്തായിരിക്കാം? ആംബർ എന്ന് പറഞ്ഞാൽ എന്താ? യെല്ലോ കളർ ആണോ അവിടെ കൊടുത്തിരിക്കുന്നത്? ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ, യെല്ലോ അല്ല, എന്നാൽ നോക്കുമ്പോ യെല്ലോ ആണ് അല്ലെ, ഒരു ചന്ദന കളർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ? ജസ്റ്റ് ഒരു ഇല്ലേ, പറയാൻ പറ്റുമോ? ആ ഓക്കെ, കോഡ് ആംബർ അല്ലെ? ഓക്കെ, മിസ്സിംഗ് ഇൻഫന്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? കുഞ്ഞു കുട്ടികളെയൊക്കെ എന്താ കാണാതാകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചൈൽഡ് മിസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? അപ്പൊ ICUവിൽ നിന്നൊക്കെ കുഞ്ഞു കുട്ടികളെയൊക്കെ കാണാതെ പോകുന്നത്, എടുത്തുകൊണ്ട് പോകുന്നത് അല്ലെ? ആ ഓക്കെ, അതാണ് കോഡ് ആംബർ എന്ന് പറയുന്നത്. നോക്കാം, കേട്ടോ. Missing. A missing infant or child is always assumed to be a victim of abduction. Immediately call and report the following. Okay, അവിടെ എന്താണ് നമ്മള് കുട്ടിയെ കാണാതെ ആവാ, ഇപ്പൊ ന്യൂ ബോൺ ബേബീസിനെയൊക്കെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്? എങ്ങനെയായിരിക്കാം? ആരെങ്കിലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവാം എന്നായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത് അല്ലെ? ഇപ്പോ ജനിച്ച ഉടനെ കുട്ടികളെ ICUവിൽ നിന്ന് കാണാതെ ആവാം അല്ലെ? അങ്ങനെയൊക്കെ പല രീതിയിലും പല ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അസ്യൂം ചെയ്തത് എങ്ങനെയാണ്? ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. Immediately call and report the following. നമ്മൾ എന്തൊക്കെയാണ് നമ്മളപ്പോ അവിടെ ഇൻഫർമേഷൻസ്, കാര്യങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ കൊടുക്കേണ്ടത്? എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നോക്കിയേ? യൂണിറ്റി ഓർ, യൂണിറ്റി എന്നല്ല കേട്ടോ, യൂണിറ്റ് ആണ് അവിടെ. യൂണിറ്റ് ഏത് ഏരിയയിലാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ICUവിലാണോ, അല്ലെങ്കിൽ ചിലപ്പോ ICUവിൽ നിന്ന് കൊണ്ടുപോവാം, ചിലപ്പോ വാർഡില് നമ്മളൊക്കെ എടുത്തിട്ടുണ്ടാവാം അല്ലെ? അപ്പൊ പെട്ടെന്ന് എന്താണ് ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകളൊക്കെ വരാറുണ്ട്. ICUവിൽ നിന്ന് കൊണ്ടുപോകുന്നതായാലും വാർഡിൽ നിന്ന് കുട്ടികളെ കാണാതാവുന്നതായാലും ഒക്കെ നമ്മൾ പല രീതിയിലും പല ന്യൂസുകളായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, ഏത് ഏരിയാസിൽ നിന്നാണ് കൊണ്ടുപോയിരിക്കുന്നത് അത് നമ്മൾ പറയാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻഫന്റ് ഓർ ചൈൽഡ്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ക്ലോത്തിങ് ഓർ എ ബ്ലാങ്കറ്റ്. നമ്മൾ കുട്ടികളെയൊക്കെ ഇപ്പോ എന്താ പറയാ, ഡെലിവറി കഴിഞ്ഞ് കുട്ടികളെ തരുന്നത് എങ്ങനെയാണ്? ബ്ലാങ്കറ്റിലൊക്കെ പതിപ്പിച്ചിട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട്, സുന്ദരി മണികളായിട്ടാണല്ലേ നമുക്ക് തരുന്നത് ഇല്ലേ? ആ ഓക്കെ, അപ്പോ ഞാൻ പറയുമ്പോ ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് കുട്ടിയെ തരുന്ന ഒരു ബ്ലാങ്കറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്ന ഒരു ഇതാണ്. ബ്ലാങ്കറ്റില് ഒരു റോസ് കളർ ബ്ലാങ്കറ്റിലൊക്കെയാണ് കുട്ടിയെ പുതപ്പിച്ചിട്ട് ഇങ്ങനെ നമ്മൾ അമ്മമാരുടെ അടുത്ത് കൊടുക്കും അല്ലെ? ഓക്കെ, അപ്പൊ ഏതാണ് ക്ലോത്തിന് ഉടുപ്പിച്ചിരിക്കുന്ന ക്ലോത്ത് ഏതാണ്? അപ്പൊ അതൊക്കെയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പറയാം കൃത്യത വിശ്വസിച്ച് പറയാം കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നപ്പോ ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ വിശ്വസിച്ച് പറയാം കേട്ടോ. ഓക്കെ പറയാം. ഓക്കെ, അപ്പോ എന്താണ് കുട്ടികളെ ഇപ്പൊ തരുന്നത് എങ്ങനെയാണ്? ബ്ലാങ്കറ്റിൽ. ഇപ്പോ 7 വയസ്സ്, അപ്പോ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ അല്ലെ? എന്താണ് കുട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ക്ലോത്ത്, ബ്ലാങ്കറ്റ് ഏതാണ് കുട്ടിയെ നമ്മൾ പുതപ്പിച്ചിരിക്കുന്ന ബ്ലാങ്കറ്റ് ഏതാണ്, കളറ് കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ കുട്ടിയെ ഡ്രസ്സ് ഏത്, ഇപ്പൊ ഡ്രസ്സ് ഉടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിന്റെ കളറ്, ഏത് തരത്തിലുള്ള ഡ്രസ്സാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം.
പിന്നെ ടൈം ആൻഡ് ലൊക്കേഷൻ ലാസ്റ്റ് സീൻ, കുട്ടിയെ കണ്ടിരിക്കുന്ന ടൈം ലൊക്കേഷൻ എവിടെ വെച്ചാണ് എന്നുള്ളത് പറയാ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പേഴ്സൺ ലാസ്റ്റ് സീൻ വിത്ത് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. ഇനി എന്താണ് കുട്ടിയെ നമ്മൾ കണ്ടിരിക്കുന്ന പേഴ്സൺ അല്ലെ, കുട്ടിയെ ലാസ്റ്റ് സീനായിട്ട് ലാസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന പേഴ്സൺ ആരാണോ അവരുടെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങള്. അതുപോലെ തന്നെ ഇഫ് നോൺ സെക്യൂരിറ്റി വിൽ നോട്ടിഫൈ ദ പോലീസ് ആൻഡ് ഇനീഷ്യേറ്റ് ലോക്ക്ഡൌൺ പ്രൊസീജിയേഴ്സ്, സ്റ്റാഫ് ഫ്രം അതർ ഏരിയാസ് ഷുഡ് കണ്ടക്ട് ദി സെർച്ച് ആൻഡ് ഇഫ് സംതിങ് ഈസ് ഫൗണ്ട് റിപ്പോർട്ട് ദ സ്റ്റാറ്റസ് ആൻഡ് ലൊക്കേഷൻ. എന്ത് ചെയ്യണം? നമ്മള് കുട്ടിയെ കാണാതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനടി തന്നെ എന്ത് ചെയ്യാം? പോലീസിനെ അറിയിക്കാം അല്ലെ. ഓക്കെ, പോലീസിനെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലോക്ക്ഡൌൺ പറയണം അല്ലെ. ലോക്ക്ഡൌൺ പറയാ. ഇപ്പൊ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുട്ടികളെ കാണാതായിട്ടുണ്ടെങ്കിൽ എന്താണ് ലോക്ക്ഡൌൺ പറയും. ഈ ഹോസ്പിറ്റലിലെ ഗേറ്റ് ഒക്കെ നമ്മൾ അടയ്ക്കുന്നത് കാണാം. സെക്യൂരിറ്റി ഉള്ളിൽ കയറിയിട്ട് അങ്ങോട്ടേക്കോ പുറത്തേക്കോ അല്ലെങ്കിൽ അകത്തേക്കോ ആളുകളെ കടത്തി വിടാതെ സെക്യൂരിറ്റി ഗേറ്റ്, ഹോസ്പിറ്റലിലെ ഗേറ്റ് അടച്ചിടും. അതാണ് ലോക്ക്ഡൌൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് കാണാം അല്ലെ. കണ്ടിട്ടില്ലേ നമ്മള് സിനിമയിലൊക്കെ ഇല്ലേ? ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങള്. പിന്നെ എന്താണ്, ഇനി എവിടെയെങ്കിലൊക്കെ നമ്മള് കാണുകയാണെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ കുട്ടിയെ എവിടെയെങ്കിലൊക്കെ വെച്ച് നമ്മൾ കാണുകയാണെങ്കിൽ, ഏതെങ്കിലും ഭാഗത്തൊക്കെ നമ്മൾ കിടക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പോ വലിയ കുട്ടികളായിരിക്കാം, ചിലപ്പോ ഇപ്പോ സെക്കൻഡ് ഫ്ലോറിലുള്ള കുട്ടിയും ചിലപ്പോ നടന്ന് ഫസ്റ്റ് ഫ്ലോറിലോ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോ അല്ലെങ്കിൽ തേർഡ് ഫ്ലോറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടിയെ എവിടെയെങ്കിലും വെച്ചത് കാണുകയാണെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ് ടു ഡേറ്റ് ആയിട്ട് അത്തരത്തിലുള്ള സ്റ്റാറ്റസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഏതാണ് ലൊക്കേഷൻ, എവിടെ വെച്ചാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കോഡ് ഗ്രീൻ ഇന്റേണൽ ഇവാക്യുവേഷൻ കേട്ടോ. കോഡ് ഗ്രീൻ ഇന്റേണൽ ഇവാക്യുവേഷൻ. ഹോസ്പിറ്റലില് ഉള്ളില് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഫയർ തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ ഫയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്ന് ആളുകളെ പിടിപ്പിക്കുന്ന ഒരു ഇതാണ് കോഡ് ഗ്രീനിൽ പറയുന്നത്. ഓക്കെ, hospital tend to use code green along with the other codes as it indicates that the hospital is activating an emergency operations plan. Some hospitals use a code green to indicate a mass casualty event such as multiple surveyors of a mass shooting arriving at the hospital for treatment. The code may include the description of the mass casualty scenario as well as information about the emergency operations plan that code activates. എന്താണ് പാരഗ്രാഫിൽ പറയുന്നത്? കോഡ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ഹോസ്പിറ്റലുകളിൽ ഈ കോഡുകളുടെ കൂടെ ഈ കോഡ് ഗ്രീന് പരിപാലിക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് പല രീതിയിലുള്ള കോഡുകൾ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ആ കോഡുകളുടെ കൂടെ കോഡ് ഗ്രീന് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്റേണൽ ഇവാക്യുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് ഗ്രീനും അവിടെ പറയുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഒരു അടിയന്തരമായിട്ടുള്ള എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സജീവമാക്കുന്നു എന്നതാണ് കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും അടിയന്തരമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിനുള്ളിൽ എന്തെങ്കിലും അടിയന്തരമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഡ് ഗ്രീൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഒരു കൂട്ടം അത്യാഹിത സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ചില ഹോസ്പിറ്റലുകളിൽ കോഡ് ഗ്രീൻ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും അത്യാഹിതങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് ഗ്രീൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ചില ഹോസ്പിറ്റലുകളിലാണ് ഇത്തരത്തിലുള്ള കോഡ് ഗ്രീൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു കൂട്ടം സംഭവത്തിന്റെ വിവരണങ്ങളാണ് കോഡ് ഗ്രീനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കോഡ് സജീവമാക്കുന്ന എമർജൻസി ഓപ്പറേഷൻ പ്ലാനിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കിയേ, ഇനി നമ്മൾ പറയുമ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, നോക്കാം. ഇന്റേണൽ ഇവാക്യുവേഷൻ ആണ്. ഓക്കെ, ലെവൽ 1 എന്ന് പറയുമ്പോൾ എന്താണ്? ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ. എന്താണ് ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ എന്ന് പറയുമ്പോൾ? എന്തായിരിക്കാം ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഹൊറിസോണ്ടല്? ഹൊറിസോണ്ടലിന്റെ മീനിങ് എന്താ? എന്തായിരിക്കാം ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാല്? തിരശ്ചീനമായ അല്ലെ? ആണോ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? തിരശ്ചീനമായ അല്ലെ? ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ evacuate all affected person beyond the fire separation door to an adjacent safe area on the same floor. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോ നിങ്ങളൊന്ന് വിചാരിക്കാം, ഒരു ഫയർ ഉണ്ടായി അല്ലെ, ഒരു തീപിടുത്തം ഉണ്ടായി. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിലാണ് തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സെക്ഷന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫയർ ബാധിച്ചവരെ, ആ തീപിടുത്തം ഉണ്ടായിട്ട് ചിലപ്പോ കുറച്ച് പേഷ്യൻസിനൊക്കെ അത് ബാധിച്ചിട്ടുണ്ടാവും അല്ലെ, അത്തരത്തിലുള്ള രീതി. ഇപ്പൊ ഫയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലവരെയൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്, ചിലവർക്ക് അത്ര കണ്ട് കുഴപ്പമുണ്ടാവില്ല, ചിലവരെ ആ പേഷ്യൻസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തില് ബാധിച്ചവരെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫ്ലോറിൽ തന്നെ, ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിന്റെ തൊട്ടപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരശ്ചീനമായിട്ട് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അതാണ് ലെവൽ 1. സൈഡ് ടു സൈഡ്, അതായത് എന്താണ്? ആ ഫ്ലോറിൽ ഇപ്പൊ ഫസ്റ്റ് ഫ്ലോർ ആണെന്ന് വിചാരിക്കുക തീപിടുത്തം ഉണ്ടായത്. അപ്പൊ ആ തീപിടുത്തം ബാധിച്ചവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫ്ലോറിൽ തന്നെ
അതിന്റെ സുരക്ഷിതമായിട്ടുള്ള ഏരിയാസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റും. അതാണ് ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? നെക്സ്റ്റ് നോക്കിയേ, ലെവൽ 2 വെർട്ടിക്കൽ ഇവാക്യുവേഷൻ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ വെർട്ടിക്കൽ? ഓക്കെ, എന്താണ്? ലംബമായ, കുത്തനെ, അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഈ വെർട്ടിക്കൽ നോക്കിയേ, വെർട്ടിക്കൽ ഇവാക്യുവേഷൻ, ഇവാക്യുവേറ്റ് ഓർ എഫക്റ്റഡ് person to another floor, preferably 2 floors down. അതായത് എന്താണ് അവിടെ? ഇത് നമ്മൾ പറഞ്ഞു, തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആ തീപിടുത്തത്തില് അത് ബാധിച്ചവരെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു നിലയിലേക്ക്, ഏറ്റവും നല്ലത് എന്താണ്, 2 നിലകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നു. കുത്തനെയാണ് അവിടെ മാറ്റുന്നത് അല്ലെ? ലംബമായിട്ടാണ് അവിടെ മാറ്റുന്നത്. ബാധിച്ച ആ ഫ്ലോറിൽ നിന്ന് 2 നിലകൾക്ക് താഴെ എന്താണ്, പേഷ്യൻസിനെ സുരക്ഷിതമായിട്ട് മാറ്റുക, സേഫ്റ്റിയോടുകൂടി മാറ്റുന്നതിനെയാണ് വെർട്ടിക്കൽ ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ലെവൽ 3 total evacuation. Evacuate all persons from the building, remain in your assigned areas for instructions. അതായത് എന്താണ് ലെവൽ 3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇവാക്യുവേഷൻ ആണ് അല്ലെ? അപ്പൊ എന്താണ്, ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും, ഓക്കെ, അത് ബാധിച്ച എല്ലാ ആളുകളെയും കെട്ടിടത്തിൽ നിന്ന് തന്നെ, ആ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റുന്നു. ഓക്കെ, അവിടെ നിന്ന്, ആ ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റുന്നതിനെയാണ് ലെവൽ 3 ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ അത് ബാധിച്ചവരെ, എന്താണ്, ഈ ഫയറുമായിട്ട് ബന്ധപ്പെട്ട് അത് ബാധിച്ചവരെ ആ ഏരിയയിൽ തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് മാറ്റുന്നു. ലെവൽ 2 എന്ന് പറഞ്ഞാല് എന്താണ്, ബാധിച്ചവരെ എന്ത് ചെയ്യുന്നുണ്ട്, കുത്തനെ നമ്മൾ 2 നിലകൾക്ക് താഴെയാണ് സുരക്ഷിതത്തോട് കൂടിയിട്ട് മാറ്റുന്നത്. ഇനി ലെവൽ 3 എന്ന് പറഞ്ഞാല് ആ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ മറ്റൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റുന്നു. ആ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇന്റേണലി ആണ് അവിടെ നമ്മൾ മാറ്റുന്നത് അല്ലേ? എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് തീപിടുത്തം ഉണ്ടായി, അപ്പൊ ഇന്റേണലി നമ്മൾ എന്താണ്, ഇവാക്യുവേറ്റ് ചെയ്യുന്നു. അതാണ് കോഡ് ഗ്രീൻ എന്ന് പറയുന്നത്. കിട്ടിയോ? അയച്ചു നോക്കി.
പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇത്രയും വരെയാണ് നമ്മുടെ കോഡിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ പാരഗ്രാഫ് പോലെ പോയിന്റ്സ് ഒക്കെ പോലെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും വരെ നമ്മൾ എടുത്തു നിർത്തിയത് കോഡ് ഗ്രീൻ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, കോഡ് ഓരോ കോഡും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏരിയാസ് ആണ്. When to activate an emergency code. എപ്പോഴാണ് നമ്മൾ emergency code activate ആക്കേണ്ടത്? An emergency response code will be initiated when any of the above emergency situations will occur. Who can activate the emergency response code? Any individual, that is hospital staff of the categories may call a code. അതായത് എന്താണ് അവിടെ പറയുന്നത്? പറഞ്ഞ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അടിയന്തര പ്രതികരണ കോഡ്, അതായത് എമർജൻസി റെസ്പോൺസ് കോഡ് ആരംഭിക്കും. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എമർജൻസി റെസ്പോൺസ് കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരംഭിക്കുന്നുണ്ട് അല്ലെ, അത് കോൾ ചെയ്യുന്നുണ്ട് അല്ലെ. ആർക്കൊക്കെ അടിയന്തര പ്രതികരണം കോഡ് സജീവമാക്കാം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് വ്യക്തിക്കും, അതായത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള ഹോസ്പിറ്റൽ ജീവനക്കാർക്കും ഈ കോഡ് വിളിക്കാവുന്നതാണ്, കോൾ ചെയ്യാവുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഇപ്പോ പേഷ്യൻസിനെ കാണാതാവുകയോ, നമ്മള് കുറെ കോഡുകൾ പഠിച്ചല്ലേ, അപ്പൊ ആരെങ്കിലും അത് അറിയുകയോ അത് അറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്ക് വേണമെങ്കിലും ഹോസ്പിറ്റലിലെ ഏത് ഇൻഡിവിജ്വൽസിന് വേണമെങ്കിലും ഏത് സ്റ്റാഫിന് വേണമെങ്കിലും ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്, കോഡ് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഹൗ ടു ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് കോഡ്. എങ്ങനെയാണ് എമർജൻസി റെസ്പോൺസ് കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 1 is organizing an emergency response code is a notification. അണ്ടർലൈൻ ചെയ്തേ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യഘട്ടം അല്ലെ, അടിയന്തര പ്രതികരണം സംഘടിപ്പിക്കുന്നതിന് ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താണ്? നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി a reliable notification service is needed to ensure that the appropriate resources are deployed according to the type of incident. ഇനി സംഭവത്തിന്റെ തരം സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള ഉറവിടങ്ങള് വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വിശ്വസനീയമായിട്ടുള്ള ഒരു അറിയിപ്പ് സേവനം ആവശ്യമാണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും കോഡ് വിളിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. എന്തെങ്കിലും ഇപ്പോ കാർഡിയാക് അറസ്റ്റുമായിട്ട് എന്തെങ്കിലും ഇപ്പോ വാർഡിൽ കാർഡിയാക് അറസ്റ്റ് വന്നു പേഷ്യൻസിന്, എന്താണ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ്? എന്താണ് ഈ അടിയന്തരമായിട്ട് നമുക്ക് കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഏത് സ്റ്റാഫിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഡ് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടത് നിർബന്ധമുണ്ട്. പിന്നെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് adequate along with a good public address system and in fact each and every telephone in the hospital is connected to the public address system so as to communicate to other hospital employees in case of any emergencies. അതായത് ആശുപത്രിയിലെ ആശയവിനിമയ സംവിധാനം പര്യാപ്തമാണ്. നല്ല ഒരു അതായത് എന്താണ്? പബ്ലിക് അഡ്രസ് സിസ്റ്റം. ഓക്കെ, പൊതുവിലാസ സംവിധാനമുണ്ട് ആശുപത്രിക്ക്, പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉണ്ട്. വാസ്തവത്തില് ആശുപത്രിയിലെ ഓരോ ടെലിഫോണും പൊതുവിലാസ സംവിധാനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആശുപത്രിയിലെ ഏതൊരു ടെലിഫോൺ ഏതാണ്? പബ്ലിക് അഡ്രസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ മറ്റു ആശുപത്രി ജീവനക്കാരുമായിട്ട് ഈ ആശയവിനിമയം നടത്താനായിട്ട് ഈ സംവിധാനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പബ്ലിക് സിസ്റ്റവുമായിട്ട് ഏതൊരു ടെലിഫോൺ ആശുപത്രിയിൽ എവറി ടെലിഫോൺസ് കണക്റ്റഡ് ആണ്. എന്തെങ്കിലുമൊക്കെ സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വിളിച്ചു പറയാനായിട്ടോ കണക്ട് ചെയ്യാനായിട്ടോ വളരെ എളുപ്പമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ എന്താണ്?
The individual calling the code must dial the designated number to call a code that is applicable to that particular emergency situation. എന്താണ് കോഡ് വിളിക്കുന്ന ഓരോ വ്യക്തിയും പ്രത്യേക അടിയന്തര സാഹചര്യത്തിന് ബാധകമായ ഒരു കോഡ് വിളിക്കാൻ നിയുക്തമായ നമ്പർ ഡയൽ ചെയ്യണം. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എന്താണ് ഇപ്പൊ ഓപ്പറേറ്ററെ അറിയിക്കാനായിട്ട് 911 333 അങ്ങനെ നമ്മൾ ഡയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് ഓപ്പറേറ്ററോട് പറയണം 911ലേക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ കോഡ് വിളിക്കാനായിട്ട് കോൾ ചെയ്യാനായിട്ട് പറയണം അല്ലെ, എല്ലാവരും അറിയിക്കാനായിട്ട് പറയണം അല്ലെ. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ് കോഡ് വിളിക്കുന്ന വ്യക്തി ഒരു പ്രത്യേക അടിയന്തര സാഹചര്യത്തിന് ബാധകമായ കോഡ് വിളിക്കാൻ നിയുക്തമായ നമ്പറിലേക്ക് ഡയൽ ചെയ്യണം. ഇനി എന്താണ് give the exact location, that is block area, room number, etc. ഇനി കൃത്യമായിട്ടുള്ള സ്ഥലം പറയുക അല്ലെ, എവിടെയാണ്, ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലാണോ ഇനി സെക്കൻഡ് ഫ്ലോറിലാണോ രോഗിയുള്ളത്, ഏത് ബ്ലോക്കിലാണ് അല്ലെ. പല ബ്ലോക്കുകൾ ഉണ്ടാവും ഹോസ്പിറ്റലിൽ അല്ലെ. ഇപ്പോ എന്താ പറയാ, അങ്ങനെ പല രീതിയിലുള്ള ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റും. ഏത് ബ്ലോക്കിലാണ്, ഏത് ഏരിയസിലാണ്, ഏത് റൂം നമ്പർ ആണ് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫ്ലോർ, ഇന്ന റൂം നമ്പർ, ഇന്ന ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടോ? കോഡ് വിളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമാണ് അവിടേക്ക് സ്റ്റാഫുകൾ ഓടി എത്താനായിട്ട് പറ്റും അല്ലെ. അത് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കിയേ. ഇത്രയും വെച്ച് നമുക്ക് നിർത്താം. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.